ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഒരു ബർത്ത്ഡേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും ഭയങ്കര മടിയായിരുന്നു. കണ്ണൊന്നും തുറന്നേ വരുന്നില്ലായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നും ഉപ്പുമാവാണ്. ഉപ്പുമാവാകുമ്പോഴത്തേക്കും വേഗം നമുക്ക് ഉണ്ടാക്കാമല്ലോ. കുറച്ച് ഒന്നോ രണ്ടോ സവോളയും കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവും പഴവും അല്ലെങ്കിൽ പപ്പടവും അത് നമ്മൾ വേഗം പരിപാടി കഴിയും. നമ്മൾ പുട്ടും അപ്പമൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് മടിയായതുകൊണ്ട് തന്നെ ഇന്ന് ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നലെ രാത്രി ലേറ്റായിട്ട് വന്ന് കിടന്നതുകൊണ്ട് തന്നെ പാത്രമൊന്നും കഴുകിയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആ പാത്രം കഴുകിയില്ല, മടിയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാത്രമൊക്കെ സിങ്കിനകത്ത് തന്നെ ഇട്ടേക്കായിരുന്നു. പിന്നെ ഉപ്പുമാവ് വയ്ക്കാനുള്ള ഉരുളിയൊക്കെ കഴുകിയെടുത്തു. എനിക്ക് ഉരുളിയിടാത്ത ഉപ്പുമാവ് വയ്ക്കാനാണ് കുറച്ചും കൂടെ സുഖം. കാരണം അല്ലെങ്കിൽ ചെറിയ പാത്രത്തിലാണെങ്കിൽ ഞാനിങ്ങനെ ഇളക്കി വരുമ്പോൾ എൻ്റെ കൈ എപ്പോഴും പൊള്ളാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുള്ളെങ്കിൽ കൂടി ഞാൻ കുറച്ച് വലിയ ഉരുളിയിൽ തന്നെ വയ്ക്കും. പിന്നെ ഉപ്പുമാവിനകത്ത് കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് ഉഴുന്നും കൂടെ ഇടും. ഈ ഉഴുന്ന് എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അമ്മയൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഉഴുന്നിടുന്നു, അതുകൊണ്ട് ഞാനും ഇടും, അത്രയേ ഉള്ളൂ. അല്ല വേറെ അതിനെപ്പറ്റി ഗ്രാഹ്യമായൊന്നും എനിക്കറിയത്തില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു വീഡിയോയുടെ അകത്ത് ചിറ്റ കടയിൽ പോകുന്ന വഴി മൂർഖനെ കണ്ടെന്ന്. ഇന്നലെയും ഞങ്ങൾ ഇതേപോലെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ കിടക്കുമ്പോഴത്തേക്കും വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും അതിലും വഴി ഒരു മഞ്ഞച്ചേര പോകുന്നു. അപ്പോൾ ആ മഞ്ഞച്ചേരയുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജയേഷ് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഇന്നലെ ബർത്ത്ഡേ പരിപാടിക്ക് പോയതിൻ്റെ ക്ഷീണമുണ്ട്, പിന്നെ പനിയും വിട്ടു മാറാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഞാനിപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ കുളത്തിലേക്ക് നോക്കുന്നത് പാമ്പ് അവിടെ എങ്ങനെ ഉണ്ടോ. കാരണം ജയേഷ് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ആ മഞ്ഞച്ചേര ആ പാമ്പ് കുളത്തിൻ്റെ അങ്ങോട്ടേക്കാണ് പോയതെന്ന്. അപ്പോൾ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇന്ന് തക്കാളിക്കറി മാത്രമാണ് വെച്ചത്. കാരണം ഞാനിങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഇരിക്കുമ്പോൾ അണ്ണം വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇന്നലത്തെ ഫുഡ് മിച്ചം ഇരിപ്പുണ്ട്, എല്ലാം ഇവിടെ തന്നെ ഇരിക്കുക, അതുകൊണ്ട് നീ വന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അവിടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കിട്ടിയ അച്ചാർ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ അതിൻ്റെ. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും അച്ചാർ മാത്രമായിട്ട് ഇങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ പോയി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കുറച്ച് അച്ചാറും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ തുണി മടക്കാൻ വേണ്ടി നിന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ 2-3 ദിവസമായിട്ട് വെള്ളം വരുന്നില്ലായിരുന്നു. ഇവിടെ ജപ്പാൻ കണക്ഷൻ എന്തോ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വെള്ളം 21-30 ദിവസങ്ങളിൽ വെള്ളം വരുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണിയും അലക്കാനായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ തുണിയെല്ലാം അലക്കി മടക്കി വയ്ക്കുവാണ് തുണിയൊക്കെ. നമ്മൾ അപ്പം തന്നെ അങ്ങ് മടക്കി വയ്ക്കുകയാണെങ്കിൽ ആ പണി അങ്ങ് കഴിയും. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് തുണി മടക്കി വയ്ക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് നേരത്തെ തൊട്ടേ തുണി മടക്കാൻ വലിയ ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, തുണി മടക്കാതെ രക്ഷയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ മടക്കി അലമാരയിൽ അപ്പം തന്നെ വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയത്. അടുക്കളയിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നെന്ന്. ഫ്രൈഡ് റൈസിന് ആവി ഏറ്റിയെടുക്കാൻ വേണ്ടി ചിറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവി ഏറ്റിയെടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ തക്കാളി കറി വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി കറി എന്ന് പറയുമ്പോൾ തക്കാളി ചാറ് കറി, തക്കാളി നമ്മൾ വേവിച്ചിട്ട് തേങ്ങയൊക്കെ അരച്ച് വയ്ക്കുന്ന ചാറ് കറി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ചെറിയ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്കും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.